വരൂ കൂട്ടുകാരെ, മോക്ടെയിൽ റെഡിയാണ്. ഈ യോട് വളരെ വില കൂടുതലാണല്ലോ, പിന്നെങ്ങനെ വാങ്ങിയത്? അതെ, ജിമ്മിൽ നിന്ന് ഇത്ര അധികം പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. സംശയമുണ്ടോ? അതെ ഭായ്, ഒരു ഷേക്ക് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ട്രെയിനർ ആയിരുന്നു. മരുഭൂമിയിൽ എങ്ങനെ യാർഡ് ഓടിക്കാൻ കഴിയാ? കഴുതേ, ദുബായിൽ സമുദ്രവും ഉണ്ട്. സംശയമുണ്ടോ? ഓഹോ, മതിയാക്ക, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ജോർദാർ സ്പെഷ്യൽ മോക്ടെയിൽ കഴിക്കാൻ. ഇതെന്താണ്? അതെ ഭായ്, ഡോൾഫിൻസ് അറ്റാക്ക് ചെയ്യുകയാണ്. എല്ലാവരും ജീവൻ രക്ഷിച്ചോളൂ. പക്ഷേ ഡോൾഫിൻസ് എല്ലാം വളരെ ശാന്ത സ്വഭാവക്കാരാണ്. എടാ രക്ഷിക്കേ, ഞാനിപ്പോ സമുദ്രത്തിനകത്തേക്ക് വീഴും. എന്റെ ഭായ്, ഞാനൊരു പോപ്പെട്ടൊന്ന് മറന്നോ? വേഗം പറക്കാൻ നോക്ക. അതെ, പേടിയിൽ ഞാൻ എപ്പോഴും ഈ കാര്യം മറന്നുപോകും. കൊച്ചളിയാ, ഞാനിപ്പോ വീഴും, രക്ഷിക്കേ. ഹണി, ഞാനിതാ എത്തിപ്പോയി. ഇവർ നമ്മളെ വെറുതെ വിടില്ല. ഹണി, ഓടിക്കോ. വെള്ളത്തിലൂടെ എങ്ങനെ ഓടാൻ കഴിയാ കൊച്ചളിയാ? എടാ, ഞാൻ പറഞ്ഞത് നീന്താനാ. നീന്തിക്കോ. വാ, നമുക്ക് ആ ഗുഹയിൽ പോയി ഒളിക്കാം. ഹണി, അവറ്റകള് പോയെന്നാ തോന്നുന്നത്. വാ, പുറത്തു പോവാ. കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കളിക്കാം, ഇവര് കണ്ടുപിടിക്കട്ടെ. കഴുതേ, നമ്മളിവിടെ ഒളിച്ചു കളിക്കല്ല, ഇവർ നമ്മളെ അറ്റാക്ക് ചെയ്യാണ്. പുറത്തു കയറിക്കോ. അവര് പുറകെ വരുന്നുണ്ട്. പേടിക്കില്ല, ഞാൻ സ്വിമ്മിംഗ് ചാമ്പ്യനാണ്. ഇവൾ ചെയ്യുന്നത് ഒട്ടും തന്നെ ശരിയല്ല. ശത്രുക്കളെ ഒരിക്കലും സഹായിക്കാൻ പാടില്ല.
താങ്ക് യു വെരി മച്ച്. പിന്നെ സോറി, എനിക്ക് നിങ്ങളുടെ പേരെന്താന്ന് അറിയില്ല. എന്റെ പേര് പ്രിറ്റി എന്നാണ്. എല്ലാ ഡോൾഫിൻസും പ്രിറ്റി തന്നെയാണ്. ഓ, അതെയോ? എങ്കിൽ എന്നെ ഇതിന് എല്ലാരും പ്രിറ്റി എന്ന് വിളിക്കുന്നത്. ബാക്കി എല്ലാവരെയും സ്വീറ്റി, സാലോ, മാരി എന്നാണ് വിളിക്കുന്നത്. അതെയോ? ആ, അമ്മയാണ് സത്യം. എന്നെ മാത്രമാണ് പ്രിറ്റി എന്ന് വിളിക്കുന്നത്. സത്യം. ഓ ഗോഡ്, ഹണി ഒന്ന് നിർത്ത്. ഇതെന്താ നിന്റെ പെങ്ങളാ? എന്ത്? ഇതെന്റെ പെങ്ങളാണോ? ആ, നീ എന്നെ പെങ്ങളെന്ന് വിളിച്ചോ? ആ, ഞാൻ നിന്റെ പെങ്ങളാണോ? നിങ്ങൾ രണ്ടുപേരും പറയുമ്പോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ആട്ടെ, നിന്റെ പേരെന്താ പെങ്ങളെ? ആ, ഞാൻ പ്രിറ്റിയാണ്. നീ പ്രിറ്റി തന്നെയാ. കഴുതേ, അവളുടെ പേരാണ് പ്രീറ്റി. നിനക്കെന്താ ഒരു കാര്യം മനസ്സിലാവാത്തത്? അപ്പോൾ നീ എന്റെ ചേട്ടനാണ്. എല്ലാവരും പറയുന്നത് എനിക്ക് ഒന്നും തന്നെ അറിയില്ലെന്നാണ്. ചേട്ടന്മാരെ, ചേച്ചികളെ, ഞങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ്. ആട്ടെ പ്രീറ്റി, ഡോൾഫിൻസ് ശാന്തരാണല്ലോ, പിന്നെ എങ്ങനെ അവർ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നത്? അത് നിങ്ങൾ അവരെ പിടിക്കാൻ വന്നതാണെന്ന് കരുതിയിട്ടുണ്ടാകും. അത് ശരി. ആദ്യം കരുതിയത് ഇതിനൊക്കെ കാരണം ഞാനായിരിക്കുന്നതാണ്. കാരണം ഞാൻ സമുദ്രത്തിൽ കുറച്ച് ചവറ് വലിച്ചെറിഞ്ഞു. അല്ല, അവര് കാരണമാണ് ഇവർ ഇങ്ങനെയായി പോയത്. അതാരാ? വൃത്തികെട്ട കുറെ മനുഷ്യരാണ് സമുദ്രത്തിനകത്തിറങ്ങി ഡോൾഫിൻസിനെ പിടിക്കുന്നത്. പക്ഷെ വൃത്തികെട്ടവര് സമുദ്രത്തിൽ ഇറങ്ങിയ ശുദ്ധ ആവേണ്ടതാണല്ലോ. പിന്നെ എങ്ങനെയാ പ്രശ്നമാവുന്നത്? പിന്നെ എന്തിനാ അവരെ വൃത്തികെട്ടവരെന്ന് പറയുന്നത്? ഒരുപക്ഷെ പറയുന്നവർക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരിക്കും പെങ്ങളെ. അവർ ചെയ്യുന്നതെല്ലാം വൃത്തികെട്ട പണിയാണ്. അതുകൊണ്ടാണ് അവരെ വൃത്തികെട്ട ജനങ്ങൾ എന്ന് പറയുന്നത്. ആട്ടെ, ഇവരൊക്കെ ആരാണ്? നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് ഉടൻ തന്നെ എടുത്തുകൊള്ളൂ. എന്നാൽ ജോലി വൃത്തിയായിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 6 എണ്ണം വേണം. എന്റെ അടുത്ത് ഇപ്പോ 2 കിലോ മാത്രമേ ഉള്ളൂ. തൽക്കാലം അതെടുത്തു. അതിന് ഞാൻ വാഴപ്പഴമല്ല ചോദിച്ചത്. എനിക്ക് 6 ഡോൾഫിൻസ് ആണ് വേണ്ടത്. ഡോൾഫിൻസിന്റെ ഓർഡർ പൂർത്തിയാക്കണം. എന്റെ ഡെമല്ലോ. എടോ, ഡെമല്ലോ അല്ല, ടിമല്ലോ. ടിമല്ലോ എന്നാണ് എന്റെ പേര്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്റെ ചക്കരെ, ഈ ഡോൾഫിൻസ് എങ്ങനെയാ നിനക്ക് ഓർഡർ തരുന്നത്? അങ്ങനെ തന്നാലും നിനക്ക് എങ്ങനെയാ ഇതൊക്കെ മനസ്സിലാകുന്നത്? എടോ, ഡോൾഫിൻസിന് എങ്ങനെയാണ് ഓർഡർ തരാൻ കഴിയുക? എന്റെ ചക്കരെ, ആ ചോദ്യം തന്നെയല്ലേ ഞാനിപ്പോ നിന്നോട് ചോദിച്ചത്. ഇപ്പൊ അതേ ചോദ്യം തന്നെ നീ എന്നോട് ചോദിച്ചാലോ? ഓ എന്റെ ദൈവമേ! എടോ, ഡോൾഫിൻസിനെ സപ്ലൈ ചെയ്യാൻ ഓർഡർ കിട്ടിയിരിക്കുന്നേ. അവർക്ക് പ്രൗഢി കാണിക്കാൻ വേണ്ടിയും കൂടാതെ കുട്ടികളോടൊപ്പം കളിക്കുവാനും വീട്ടിൽ ഡോൾഫിൻസിനെ വളർത്തുവാണ്. ഇവന്മാരെന്തായാലും ആള് കൊള്ളാവല്ലോ. വിദേശ രാജ്യങ്ങളിലെ പിള്ളേരുടെ അടിപൊളി തന്നെ. നമ്മുടെ നാട്ടിലെ പിള്ളേർക്കാണെങ്കിൽ ഗോലി, കുട്ടിയും കോല് ഇതൊക്കെ മാത്രമേ അറിയൂ. നീ കുറച്ചു നേരം ഒന്ന് സംസാരിക്കാതിരിക്കെ. തല പൊട്ടുന്നു. ഞാൻ എന്ത് ചോദിച്ചോ അത് ഉടനെ എത്തിക്കാൻ നോക്ക്. നാളെ എനിക്ക് 6 ഡോൾഫിൻസിനെ കിട്ടിയിരിക്കണം. സാറേ, എക്സ്ക്യൂസ് വേണ്ട, എനിക്ക് റിസൾട്ട് മാത്രം മതി. അടിച്ചു ഞാൻ പറഞ്ഞേക്കാം. അത് ഡോൾഫിൻസ് ആണ്, അല്ലാതെ ഓംലെറ്റ് അല്ല. താൻ ചോദിക്കുമ്പോ 8-10 എണ്ണം കൊണ്ട് തരാനായിട്ട്. തന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ ഞാൻ പോകാം. ഡോൾഫിൻസിനെ എങ്ങനെ അനായാസമായിട്ട് പിടിക്കാൻ കഴിയുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എങ്ങോട്ടാ പോകുന്നേ? ഇപ്പൊ ലഞ്ച് ടൈമാ. ഇൻസ്പെക്ടർ പാണ്ഡയുടെ അടുത്ത് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഇൻസ്പെക്ടർ പാണ്ഡ. ഇൻസ്പെക്ടർ പാണ്ഡ, ഡോൾഫിൻസ് വലിയ പ്രശ്നത്തിലാണ്. ഇത് ഡോൾഫിൻസ് അല്ല, പൊരിച്ച മീനാണ്. സാറേ, ഞങ്ങൾ സമുദ്രത്തിൽ ജീവിക്കുന്ന ഡോൾഫിനെ കുറിച്ചാണ് പറയുന്നത്. സംശയമുണ്ടോ? സർ, ഇപ്പോൾ ചിലർ സമുദ്രത്തിൽ ഡോൾഫിൻസിനെ പിടിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് കേൾവിക്കുറവുണ്ടെന്നാണ്. ആരോ ചിലർ സമുദ്രത്തിൽ വന്ന് ഡോൾഫിൻസിനെ പിടിക്കുകയാണ്. ഇത് തെറ്റാണ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അവർ ഡോൾഫിൻസിനെ പിടിക്കുകയാണ്. കഴുതേ, പതുക്കെ പറഞ്ഞ പോരെ, എനിക്കെന്താ ചെവി കേട്ടൂടെ? അതിനുവേണ്ടി ഞാൻ സോറി പറയാം. ഇത് നിയമവിരുദ്ധമാണ്. എന്ത്? ഡോൾഫിൻസിനെ സഹായിക്കുന്നതോ? അല്ല, അവന്മാരെ പിടിക്കണം. ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കും.
എന്നാ സാറിപ്പോ കസേരയിൽ ഇരിക്കുകയാണല്ലോ. എടാ കഴുതേ, അദ്ദേഹം പറഞ്ഞത് ഈ പ്രശ്നത്തിൽ നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ്. അതെ, അവരെ പിടിച്ച് തീർച്ചയായും ഞാൻ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും. അവരെന്നും വെളുപ്പിനാണ് ഡോൾഫിൻസിനെ പിടിക്കാൻ വേണ്ടി വരുന്നത്. ഞങ്ങൾ തോത്താറാമിന്റെ യാർഡിനകത്തുണ്ടാവും. അങ്ങ് കറക്റ്റ് സമയത്ത് അവിടെ എത്തിച്ചേരണം. ഓക്കെ, നാളെ എന്റെ പോലീസ് ടീമിനോടൊപ്പം യാർഡിൽ വന്ന് നിങ്ങളെ കാണാം.